നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ടാങ്കുകൾ ഗാസ സിറ്റിയുടെ കേന്ദ്രത്തിലേക്ക് അടുക്കുകയാണ്. വീണ്ടും വലിയ രീതിയിലുള്ള ഇപ്പോൾ 2 ദിവസങ്ങളായിട്ട് വലിയ രീതിയിലുള്ള ആശങ്കയിലൂടെയാണ് ഗാസ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവസാനിക്കും എന്ന് കരുതിയിരുന്ന യുദ്ധം അതിന്റെ വ്യാപ്തി കൂടുന്നത് അല്ലാതെ ഒരു അവസാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അന്ത്യത്തിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. 10,000ങ്ങളാണ് ഇപ്പോഴിവിടെ കുടുങ്ങിക്കിടക്കുന്നത്. പോർ വിമാനങ്ങളുടെ പിന്തുണ, ടാങ്കുകൾ ഗാസ സിറ്റിയുടെ കേന്ദ്രത്തിലേക്ക് ഈ പിന്തുണയോടെ, പോർ വിമാനങ്ങളുടെ പിന്തുണയോടെ അടുക്കുകയാണ്. ഇസ്രായേൽ സൈന്യം വളഞ്ഞതോടെ ഗാസ സിറ്റിയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പലസ്തീൻകാർ പലായനം ചെയ്തു. 40,000-ത്തിലധികം പലസ്തീൻകാരാണ് നാടുവിട്ട് ഇസ്രായേൽ സൈന്യത്തെ ഭയന്ന് പലായനം ചെയ്യുന്നത്, നാടുവിട്ട് ഓടുന്നത്. ഷെയ്ഖ് റദ്വാൻ, ടെൽ അൽ ഹവ എന്നീ പട്ടണങ്ങളിലാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടക്കുന്നത്. ഇവിടം കേന്ദ്രീകരിച്ച് ഒരു വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുന്നുണ്ട്. എന്തായാലും പടിഞ്ഞാറൻ മേഖലയിലേക്കായിരിക്കും ഇനി ഇസ്രായേൽ സേനയുടെ അടുത്ത നീക്കം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ പടിഞ്ഞാറൻ മേഖലയിലാണ് പലസ്തീൻ അഭയാർത്ഥികൾ ഏറെയും ക്യാമ്പുകളിൽ കഴിയുന്നത്. കിഴക്കൻ മേഖല ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് നിലവിൽ. ഇനി പടിഞ്ഞാറൻ മേഖല കീഴടക്കും ഇസ്രായേൽ എന്ന് തന്നെയാണ് കരുതുന്നത്. ജനമെല്ലാം വീട് വിട്ട് നാട് വിട്ട് ഓടുകയാണ്. ഗാസയിലെങ്ങും ഇന്റർനെറ്റ് ഫോൺ ബന്ധം വിച്ഛേദിച്ചു. ഇതോടെ പുറം ലോകവുമായി അവർക്ക് ബന്ധപ്പെടാൻ സാധിക്കാത്ത സാഹചര്യം, ആ ഒരു അവസ്ഥയിലേക്ക് ആ ജനം എത്തിയിരിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നത് അറിയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. വല്ലാത്തൊരു ഭീകരത ആ പ്രദേശത്തെ നിഴലിച്ച് നിൽക്കുന്നു എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദേശ മാധ്യമ പ്രവർത്തകർക്ക് വരെ ഗാസയിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, പലസ്തീൻ മാധ്യമ പ്രവർത്തകർ ഫോൺ വഴിയാണ് വാർത്തകളും ചിത്രങ്ങളും കൈമാറുന്നത്. ഇന്റർനെറ്റും ഫോണും വിച്ഛേദിക്കുന്നതോടെ ഗാസയിൽ നടക്കുന്നത് പുറം ലോകം അറിയാൻ പറ്റാത്ത സ്ഥിതി. എന്തായാലും ഇത്രയൊരു ഭീകരത സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ജനം പലായനം ചെയ്യുന്നു. അടുത്തൊരു ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ നയിക്കപ്പെടുന്നു. രൂക്ഷമായ ആക്രമണത്തിന് തന്നെ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് നിഗമനം. വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 24 മണിക്കൂറിനിടെ വെടിവയ്പ്പുകളിലും ബോംബ് ആക്രമണങ്ങളുമായി 79ഓളം പലസ്തീൻകാർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. പട്ടിണി കാരണം കുട്ടികളടക്കം നിരവധി കുട്ടികൾ മരിച്ചു. പട്ടിണി മരണം 147 കുട്ടികളടക്കം 435ആയി. ഇസ്രായേൽ ആക്രമണങ്ങൾ ഇതുവരെ 65,141 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. അതേസമയം മിസൈൽ ആക്രമണം തടുക്കാനുള്ള ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനത്തിന്റെ പരീക്ഷണം ഇസ്രായേൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ വർഷ അവസാനത്തോടെ ഇത് സൈന്യത്തിന് കൈമാറുമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. നിലവിലുള്ള അയൺ ഡോം, ഡേവിഡ്സ് സ്ലിംഗ്, ആരോ എന്നീ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പുറമെയാണ് പുതിയ അയൺ ബീം. എന്തായാലും ഇസ്രായേലിന്റെ അതിശക്തമായ അന്തിമ പ്രഹരത്തിൽ ഗാസ നഗരം കത്തി അമരുകയാണ്. രാവും പകലും തുടരുന്ന അതിശക്തമായ ബോംബിങ്ങിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെയും ഇന്നുമായി 7,000 പലസ്തീനികൾ ഗാസ നഗരത്തിൽ നിന്ന് പലായനം ചെയ്തു. ഗാസ നഗരത്തിൽ ബാക്കിയുള്ള 3,000 ഹമാസ് തീവ്രവാദികളെ വകവരുത്താതെ പിന്നോട്ടില്ലെന്നും എന്ത് വില കൊടുത്തും ബന്ദികളെ തിരികെ പിടിക്കുമെന്നും ഇസ്രായേൽ പ്രഖ്യാപനം നടത്തി. ഹമാസ് ഒളിച്ചിരിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും തകർക്കുമെന്നാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം. കരസേന ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഗാസയിലെ ഹമാസിന്റെ പ്രധാന ശക്തി കേന്ദ്രത്തിലേക്ക് സൈന്യം പ്രവർത്തനം വ്യാപിപ്പിച്ചു. ഹമാസിന്റെ പ്രധാന ശക്തി കേന്ദ്രമായ ഗാസ ലക്ഷ്യമാക്കി കരസേനയുടെ ടാങ്കുകൾ നീങ്ങുകയാണ്. ഇനിയുള്ള ഏതു നിമിഷവും ഗാസ നഗരം ഇസ്രായേൽ പിടിക്കുമെന്നും 8 ലക്ഷത്തോളം പലസ്തീനികൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത്രയും അഭയാർത്ഥികൾ എവിടേക്ക് പോകുമെന്നോ എവിടെ പുനരധിവസിപ്പിക്കുമെന്നോ ആ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. 2 വർഷത്തെ യുദ്ധത്തിനിടയിൽ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയിരിക്കുന്നത്. കരയുദ്ധം തുടങ്ങിയതിന് പിന്നാലെ ഗാസ സിറ്റിയിൽ കനത്ത ബോംബ് ആക്രമണവും നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.